ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, ശൈശവത്തിൽ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിൽ നിന്നും വ്യതിചലിക്കുകയില്ല. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മാതാപിതാക്കളും മക്കളും എന്നുള്ള ഒരു തലമാണ്. അതായത് ഓരോ മാതാപിതാക്കളും മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തി സ്വർഗത്തിനു വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ദൈവത്തിനു വേണ്ടി വളർത്തി സ്വർഗത്തിനു വേണ്ടി ഒരുക്കുന്ന ഒരു കുഞ്ഞും ഈ ലോകത്തിൽ പാപത്തിൽ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. അവർ പാപത്തിൽ നശിച്ച് പോകുകയും ഇല്ല. ദൈവത്തിനു വേണ്ടി വളർത്തി സ്വർഗത്തിനു വേണ്ടി ഒരുക്കിയ ചരിത്രമാണ് അനേക മാതാപിതാക്കളുടെ ചരിത്രം. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കാണുകയും വിശുദ്ധരുടെ ചരിത്രത്തിൽ നമ്മൾ ദർശിക്കുകയും ചെയ്യുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 6ഉം 7ഉം വാക്യം പറയുകയാണ്, ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. മാതാപിതാക്കളോട് പറയണം, അത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. മാതാപിതാക്കൾക്ക് വചനമുണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ മാത്രമേ മക്കളെ പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എഞ്ചിനീയറാക്കാനല്ല കർത്താവ് പറഞ്ഞത്, ഡോക്ടറാക്കാനോ ശാസ്ത്രജ്ഞനാക്കാനോ ടീച്ചറാക്കാനോ അല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് ആവശ്യപ്പെട്ടത്. ഇത് പറയുമ്പോൾ ആരും വേറെ രീതിയിൽ ചിന്തിക്കരുത്. ഇതെല്ലാം ആകേണ്ടത് തന്നെയാണ്. ഇതാകണമെങ്കിൽ ദൈവമാക്കിയിരിക്കും. നിങ്ങളുടെ മക്കൾ ഡോക്ടർ ആകണമെങ്കിൽ, നിങ്ങളുടെ മക്കൾ എഞ്ചിനീയർ ആകുന്നുവെങ്കിൽ, നിങ്ങളുടെ മക്കൾ ടീച്ചർ ആകുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങളാക്കുന്നതിനേക്കാൾ മനോഹരമായി ദൈവം ആ തലത്തിലേക്ക് നിങ്ങളുടെ മക്കളെ ഉയർത്തിയിരിക്കും. എന്നാൽ അതിലാകുന്നതിന് മുമ്പ് ദൈവം പറയുകയാണോ, നിങ്ങളുടെ മക്കളെ വചനം പഠിപ്പിക്കുവിൻ. വചനം പഠിപ്പിക്കാനാണ് കർത്താവ് പറയുന്നത്. മാർക്കോസ് 12:24 പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാതെ പോയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്. ഹെബ്രായർ 6:1 ഇങ്ങനെ പറയുന്നില്ലേ, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നിങ്ങൾ പക്വതയിലേക്ക് വളരുവിൻ. നിർജീവ പ്രവൃത്തിയിൽ നിന്നുള്ള തിരിച്ചു വരവ്. ഒരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായൊരു ചോദ്യമാണ്. നിങ്ങളുടെ കുഞ്ഞ് 20 വയസ്സുള്ളൊരു കുഞ്ഞിന് 10 വയസ്സിൻ്റെ ബുദ്ധിയും പക്വതയുമേ ഉള്ളുവെങ്കിൽ, മന്ദബുദ്ധിയെപ്പോലെ ആണുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയായിരിക്കില്ലേ? അങ്ങനെയെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും നേടിയെടുത്ത് എന്നെയും നിങ്ങളെയും ഈശോ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരാത്തത് കൊണ്ട് പിശാച് അടക്കി ഭരിച്ച് പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് നയിക്കുമ്പോൾ ആ കർത്താവിനെ നോക്കിയിട്ട് എന്നെയും നിങ്ങളെയും ചൂണ്ടിയിട്ട് പിശാച് ഇങ്ങനെ പറയും, നീ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നിന്റെ കുഞ്ഞിനെ ഞാൻ അടിമപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ 10 വയസ്സുള്ള മന്ദബുദ്ധിയെന്നും ബുദ്ധി വളർച്ചയില്ലാത്ത കുഞ്ഞിനെ നോക്കിയിട്ട് അടുത്ത വീട്ടിലെ സഹോദരനോ സഹോദരിയോ നിന്റെ കുഞ്ഞ് മന്ദബുദ്ധിയാണ്, ബുദ്ധി വളർച്ചയില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാൾ, ആദ്യത്തതിനേക്കാൾ വലിയ വേദനയാണ് രണ്ടാമത് കേൾക്കുന്ന വാക്കുകൾ. ഇതുപോലെ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിലെ ചങ്കിൻ്റെ അകത്ത വേദന നമ്മൾ തിരിച്ചറിയണം ആദ്യം, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തി സ്വർഗത്തിനു വേണ്ടി ഒരുക്കണം. സ്വർഗത്തിനു വേണ്ടിയാണ് ഒരുക്കേണ്ടത്. ഈ ഭൂമിയിൽ ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു, സമസ്തവും കൊടുക്കുന്നതോടൊപ്പം തന്നെ എല്ലാം കൊടുക്കണം. അത് മക്കളോടുള്ള കടമയാണ്. അതിലുപരിയായിട്ട് പ്രിയപ്പെട്ട ദൈവജനമേ, സ്വർഗത്തിനു വേണ്ടി മക്കളെ ഒരുക്കണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് ആരാധന മഠത്തിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഏറ്റവും ബാക്ക് സൈഡിലിരുന്ന് മുട്ടുമേ നിന്ന് കൈകൾ വിരിച്ച് ചുണ്ടുകൾ കൂട്ടിയടിച്ച്
ജപമാല കൈകളിലേന്തിയിട്ട് ഒരു അമ്മ കരയുന്നതാണ് ഞാൻ കാണുന്നത്. മറ്റാരിലും കാണാത്തൊരു പ്രത്യേകത ആ സ്ത്രീയിൽ ഞാൻ കണ്ടു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദരി പേരെന്താണ്? ആ സഹോദരി സൗമ്യമായ ഇതിൽ പറഞ്ഞു, ഞാൻ ഡോക്ടർ മെർലിൻ ചെറിയാനാണ്, സ്കിന്നിൻ്റെ ഡോക്ടറാണ് ആ സഹോദരി. ആ സഹോദരി എന്നോട് പറഞ്ഞ വാക്ക് ഇന്ന് ഞാൻ ഓർത്തു വെച്ചിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്താണ് വീട്, പക്ഷേ എനിക്കറിയത്തില്ല. എന്നാൽ ആരാധന മണ്ഡലത്തിൽ വെച്ച് ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി കൈവിരിച്ച് ചുണ്ടുകൾ കൂട്ടിയടിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ പരിചയപ്പെടാൻ തോന്നിയതാണ്. ആ സഹോദരി പറയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്ന എല്ലാ പരീക്ഷ സമയത്തും എക്സാം സമയം മുഴുവനും ഞാൻ ലീവ് എടുത്തുകൊണ്ട് ഈ ആരാധന മഠത്തിൽ വന്നിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ച് എഴുതിപ്പിക്കണമേ എന്ന്. ഭർത്താവും ഡോക്ടറാണ്, ഭാര്യയും ഡോക്ടറാണ്, മക്കൾക്കും നല്ല ബുദ്ധിയും ശക്തിയും കഴിവും അതിസമ്പന്നത. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് ജ്ഞാനം 9:6 വചനം, മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. ഈ ബോധ്യം, ഈ വെളിച്ചം, ഈ ദൈവത്തിന് വേണ്ടി വളർത്തി സ്വർഗത്തിന് വേണ്ടി ഒരുക്കിയ ഈ വെളിച്ചം ഡോക്ടർ മെർലിൻ ചെറിയാന് കിട്ടിയപ്പോൾ തൻ്റെ മക്കളുടെ പഠന കാലഘട്ടം മുഴുവൻ, എക്സാം സമയം മുഴുവൻ ജോലിയിൽ നിന്നും വിരമിച്ചു ലീവ് എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ് നശിച്ചു പോകില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ് പരാജയപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് മാതാപിതാക്കളുടെ കടമ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ വളർത്തിയ ഒരു വ്യക്തിയാണ് തോബിത്ത്. ഞാൻ ആദ്യം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, തോബിത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഒരു അപ്പൻ ദാരിദ്ര്യത്തിലകപ്പെട്ടു, മകൻ കണ്ണുനീരിലായപ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മകനോട് പറഞ്ഞ ചില വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം പ്രിയപ്പെട്ടവരെ. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, മകനെ, നമ്മൾ ദരിദ്രനായി തീർന്നതിന് നിനക്ക് ആദി വേണ്ട. ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിച്ചാൽ നിനക്ക് ധാരാളം സമ്പത്തുണ്ടാകും. ദൈവത്തിന് പ്രീതികരമായത് നീ ചെയ്യുകയും പാപത്തിൽ നിന്നും വിരമിക്കുകയും ചെയ്താൽ നിനക്ക് ധാരാളം സമ്പത്തുണ്ടാവും. എന്താണ് പ്രിയപ്പെട്ടവരെ, എന്താണ്? ഒരു മകനോട് പറയുകയാണ്, നമ്മൾ ദരിദ്രനായി തീർന്നതിന് ആദി വേണ്ട എന്ന് വെച്ചാൽ തോബിത്തിന് വലിയ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. കുഞ്ഞുനാൾ മുതലേ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്ന മകൻ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം കഠിനമായ ദാരിദ്ര്യത്തെ കടന്നു പോകുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ആദി വരാൻ സാധ്യതയുണ്ട്. ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ട്. പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഈ മകന് അപ്പൻ ഈ ഉപദേശം കൊടുത്തത്. 1 തിമോത്തി 6-ാം അധ്യായത്തിൽ 9-ഉം 10-ഉം തിരുവചനം പറയുകയാണ്, ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം. ധനവാന്മാരാകണമെന്നുള്ള ആഗ്രഹങ്ങൾ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്ക് നിവദിക്കും. ഈ കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാം എന്നുള്ള ചിന്തയിൽ ഏത് മാർഗവും തിരഞ്ഞെടുക്കുന്ന മക്കള് മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട്, മാതാപിതാക്കളെ അനുസരിക്കാതെ മനുഷ്യനെ കൊന്നൊടുക്കുകയാണെങ്കിലും, ലഹരിയുടെ ഏജൻ്റായാലും, ഒരു മനുഷ്യൻ്റെ കണ്ണുനീരിനൊരു വിലയും കൽപ്പിക്കാതെ, രക്തത്തിനും ജീവനും ഒരു വിലയും കൽപ്പിക്കാതെ ഏത് മാർഗവും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്ന് നമ്മുടെ വിദ്യാർത്ഥിനികളും യുവതിയുവാക്കളും മക്കളും ഇത്രമാത്രം തരം താഴണമെങ്കിൽ ഒരേ ആൻസറേ ഉള്ള, മാതാപിതാക്കള് മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തിയില്ല, സ്വർഗത്തിനു വേണ്ടി ഒരുക്കിയില്ല. ഇനിയെങ്കിലും പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിനു വേണ്ടി, മക്കൾ സ്വർഗത്തെത്തിച്ചേരാൻ വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം കഴിഞ്ഞു. വിശുദ്ധ കൊരേറ്റിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ അമ്മ പറഞ്ഞ വാക്കാണ്. സ്കൂളിലൊന്നും വിടാൻ സമ്പത്തില്ലായിരുന്നു, നിർഭാഗ്യമില്ലായിരുന്നു. സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ കൊടുത്ത ഒരു ഉപദേശം ഇതാണ്, മോളെ, നീ പാപം ചെയ്യരുത്. അലക്സാണ്ടറിന്റെ കത്തിമുനയിൽ ഭയപ്പെടാതെ, ബ്ലാക്ക് മെയിലിൽ പേടിക്കാതെ, ജീവനേക്കാൾ വലിയ ബലപിടിപ്പ് ദൈവമാണെന്ന് മനസ്സിലാക്കാൻ ഈ 10-11 വയസ്സുകാരിയായ കൊരേറ്റിനെ പ്രേരിപ്പിച്ചതിന്റെ കാരണം എന്താ? അവളെ അപ്പൻ മദ്യപാനി ആയിരുന്നിട്ടും അപ്പൻ്റെ സ്നേഹം വേണ്ടവോളം ആസ്വദിക്കാൻ പറ്റാതെ പോയിട്ടും ഈ കുഞ്ഞിനെ ഈ അമ്മ ദൈവത്തിന് വേണ്ടിയാണ് വളർത്തിയത്, സ്വർഗത്തിന് വേണ്ടിയാണ് ഒരുക്കിയത്. അതുകൊണ്ടാണ്, അലക്സാണ്ടറെ, ഞാൻ ഈ പാപം ചെയ്യില്ല, ഈ പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കില്ല,
അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് ജീവൻ തന്നെ ബലി കഴിക്കേണ്ടി വന്നു. ഡോൺ ബോസ്കോയ്ക്ക് മമ്മ മാർഗറ്റ് കൊടുത്ത ഒരു വചനമാണ്, ഒരു വാക്കാണ്, മോനെ നീ പാപം ചെയ്യരുതും ദൈവം കാണും. മകനെ നീ പാപം ചെയ്യരുതും ദൈവം കാണും. ഡോൺ ബോസ്കോയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ പാപം ചെയ്യാനായിട്ട് തോന്നുമ്പോഴൊക്കെ അമ്മയുടെ വാക്കുകൾ കാതുകളിൽ മുഴങ്ങി കേൾക്കും, ദൈവം കാണും, ദൈവം കാണും. ആ പാപത്തിൽ നിന്നും പിന്മാറാൻ വളർച്ചയുടെ ഘട്ടങ്ങളിൽ പ്രലോഭനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും നടുവിൽ അതിനെ അതിജീവിക്കാൻ കരുത്ത് നൽകിയത് ഈ അമ്മയുടെ വാക്കാണ്, അമ്മയുടെ പ്രചോദനമാണ്. അങ്ങനെ ഒരു വിശുദ്ധൻ സഭയിൽ രൂപപ്പെട്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടിയാണ് മക്കളെ വളർത്തിയെടുക്കേണ്ടത്, സ്വർഗത്തിന് വേണ്ടിയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കണം. ശൈശവത്തിൽ നടക്കേണ്ട വഴികൾ പരിശീലിപ്പിക്കണം. കുഞ്ഞുനാൾ മുതലേ പാപം എന്താണെന്നും പുണ്യം എന്താണെന്നും പരിശീലിപ്പിക്കണം. പറഞ്ഞു പഠിപ്പിക്കണം, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. വിവിധ തരത്തിൽ ഈ കാലഘട്ടം നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഉപദേശമല്ല ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മേനെയാണ് കാണേണ്ടത്, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനെയാണ് കാണേണ്ടത്. 9ാമത്തെ വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടു പോയൊരു കുഞ്ഞ് വിതുമ്പി കരയുകയാണ്. അമ്മയെ ഓർത്തു. ഈ അപ്പന് മനസ്സിലായി തൻ്റെ കുഞ്ഞിന് അമ്മയാകാൻ അപ്പന് കഴിയില്ല എന്ന്. വാരിപ്പുണർന്ന് ദൈവമാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ ഇതാണ് നിന്റെ അമ്മ. വളർച്ചയുടെ ഘട്ടങ്ങളിലെല്ലാം അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ വിതുമ്പുമ്പോഴും നേരെ ഓടും ദൈവമാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ മുമ്പിൽ. പരിശുദ്ധ അമ്മേനെ അമ്മേന്ന് വിളിച്ച് കരയുമായിരുന്നു. ആ ബാലൻ വളർന്ന് 13ാമത്തെ വയസ്സെത്തിയപ്പോൾ 26 വയസ്സുള്ള ജ്യേഷ്ഠ സഹോദരൻ്റെ വേർപാട് വല്ലാതെ പിടിച്ച് കുലുക്കി, അദ്ദേഹത്തെ വല്ലാതെ ഉടച്ചു. 20 വയസ്സ് കഴിയും തോറും അപ്പൻ രോഗിയായി കിടക്കുകയാണ്. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും നാളുകൾ. 2ാം മഹാലോക യുദ്ധത്തിൻ്റെ സമയങ്ങളിൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. പാറമടയിൽ പണിയെടുത്ത് നട്ടല് വളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാസി പട്ടാളം തലയ്ക്ക് ബല പറഞ്ഞു. ആ കാലഘട്ടങ്ങളിലെല്ലാം ആ 9 വയസ്സ് മുതൽ അപ്പൻ്റെ വേർപാടിന് ശേഷവും ദേവാലയത്തിൽ വെളുപ്പാൻ രാവിലെ 4 മണിക്ക് 2 കഷ്ണം റൊട്ടി കിട്ടിയാണെങ്കിൽ അതുകൊണ്ട് അപ്പനും കൊടുത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കും. അനേക യുവാക്കൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞു, ദൈവത്തെ ശപിച്ചുകൊണ്ട് ഈ ഭൂമി വിട്ടുപോയ ആ കാലഘട്ടത്തിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തെ ശപിച്ച അനേക യുവാക്കളെ ചേർത്ത് പിടിച്ചു. ഓരോ രാത്രി അസ്തമിക്കുമ്പോഴും മകനെ അപ്പൻ യുദ്ധം നടക്കുന്ന സമയത്ത്, മിസൈലുകൾ തലയ്ക്ക് മുകളിലൂടെ കടന്നു പോകുന്ന സമയത്തും അപ്പൻ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയുടെ യാമങ്ങൾ അവസാനിക്കുമ്പോൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കും. വെളുപ്പാൻ രാവിലെ കുർബാനയ്ക്ക് വേണ്ടി തണുപ്പത്തോടുന്ന ഒരു ജോൺ ബോളിനെ കാണാൻ സാധിക്കുമായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. ലോകത്തെ തലകീഴെ മറിച്ചുകൊണ്ട് ലോകം അറിയപ്പെടുന്ന മാർപ്പപ്പയുടെ തലത്തിലേക്ക്, വിശുദ്ധ ജോൺ ബോൾ 2 മാർപ്പപ്പ എന്ന തലത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ ഉയർത്തി. അതാണ് ദൈവത്തിന് വേണ്ടി ഒരപ്പൻ ദൈവത്തിന് വേണ്ടി വളർത്തി സ്വർഗത്തിന് വേണ്ടി ഒരുക്കി. വത്തിക്കാൻ സിറ്റിയിൽ വെടിയുണ്ടകൾ ചെറുകുടലിനെ കീറി മുറിച്ച് നിലത്ത് വീഴുന്ന സമയത്ത് ഒരമ്മ കരങ്ങളിൽ കവർന്നെടുത്ത് മടിയിൽ കിടത്തി വെടിയുണ്ടകൾ കയറിയിറങ്ങിപ്പോയ സ്ഥലത്ത് തഴുകി തലോടിയ ചിത്രങ്ങൾ ലോകത്ത് പ്രചരിച്ചത് ഞാനും നിങ്ങളും കണ്ടതാണ്. അതിൻ്റെ കാരണം എന്താ? 9 വയസ്സ് മുതൽ പരിശുദ്ധ ദൈവമാതാവിനെ അമ്മയായി ഹൃദയത്തിൽ സ്വീകരിച്ചു. മരണം വരെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് മരണം ചൂടിയ ഒരു മഹാനായ വിശുദ്ധന്റെ പേരാണ് ജോൺ ബോൾ 2 മാർപ്പപ്പ. മരണസമയത്ത് ലോകത്തിലെ അനേക രാജ്യങ്ങളിലെ നേതാക്കന്മാർ വിതുമ്പി കരഞ്ഞ ഒരു പ്രവാചകനും കൂടിയായിരുന്നു ജോൺ ബോൾ 2 മാർപ്പപ്പ. പ്രിയപ്പെട്ടവരെ, എനിക്കിത് പറയേണ്ട കാരണം എന്നറിയോ? പറയാൻ പ്രചോദനം കിട്ടിയത് ആ പിതാവാണ്. പാറമടയിൽ നിന്നും പത്രോസിന്റെ സിംഹാസനത്തിലെ ബുക്കിനകത്ത് ഒരു വരി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എൻ്റെ ആദ്യത്തെ സെമിനാരി എൻ്റെ അപ്പനാണ്, എൻ്റെ ആദ്യത്തെ സെമിനാരി എൻ്റെ പിതാവാണ്. ഒരു പിതാവിൻ്റെ കടമയാണ്, ഒരു മാതാവിൻ്റെ ഉത്തരവാദിത്തമാണ് മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തണം. ഈ ഭൂമിയിൽ നിസ്സാരക്കാരായി ജീവിച്ചു പോകാൻ അനുവദിക്കരുത്. എന്ത് ചെയ്താലും കർത്താവിനെ പ്രീതിപ്പെടുത്തി, കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി, 33 വയസ്സുകാരനായ ഈശോയോടുള്ള പ്രണയത്തെ പ്രതി ചെയ്ത് കടന്നു പോകണം. വീണ്ടും ഒരു അനുഭവം ഞാൻ പറയാം. 9ാമത്തെ വയസ്സിൽ അപ്പൻ നഷ്ടപ്പെട്ടു പോയ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു.
ആ കൊച്ചു പെൺകുട്ടീനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാൽവരിയിൽ പിടഞ്ഞ് കുരിശുമേൽ തൂങ്ങിക്കിടന്ന യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തുമായിരുന്നു ഈ അമ്മ. സക്രാരിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തുമായിരുന്നു ഈ അമ്മ. കാലങ്ങൾ കടന്നുപോയി. ലോകത്തിന്റെ ഹൃദയകവാടങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് പാപങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന ഒരു മദർ ത്രേസ്യ രൂപപ്പെട്ട് മദറിന്റെ പ്രത്യേകത എന്തായിരുന്നു അറിയാമോ? കോൺവെന്റ് സ്ഥാപിച്ച് തിരക്കുകൾ ഏറെ കൂടുന്ന സമയത്ത് സിസ്റ്റേഴ്സിന്റെ മീറ്റിങ്ങുകളിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നു. മദറെ, നമ്മുടെ ജോലി ഭാരങ്ങൾ ഏറി, അതിനാൽ നമ്മുടെ പ്രാർത്ഥനയുടെ സമയം കുറച്ചുകൂടെ കുറയ്ക്കാം. ശങ്കിക്കാതെ അല്പസമയം മൗനമായിരുന്നു കൊണ്ട് പുഞ്ചിരി തൂക്കി പറഞ്ഞു, ജോലി ഭാരങ്ങൾ കൂടി, നമുക്കത് ചെയ്തു തീർക്കാൻ ഇനി പറ്റില്ല, അതിനാൽ 2 മണിക്കൂറുകൂടെ പ്രാർത്ഥന കൂട്ടാം. 2 മണിക്കൂറുകൂടെ പ്രാർത്ഥന നമുക്ക് കൂട്ടാം. പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്ന് നമ്മുടെ സ്കൂള് കോളേജുകളുടെ തിരക്കുകൾ കൂടുമ്പോൾ, സന്യാസ ജീവിതത്തിന്റെ തിരക്കുകൾ കൂടുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് പ്രാണപ്രിയനോടൊപ്പം ഇരുന്നു കൊണ്ട് നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കാനാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് ഇരിക്കാൻ മറന്നുപോയാണ്. വിശുദ്ധരുടെ ചരിത്രങ്ങൾ, ലോകത്തെ നയിച്ച രാജ്യങ്ങളെ നയിച്ച ദൈവത്തിൻ്റെ മക്കൾ, അത് നയിക്കാൻ അവർക്ക് ഊർജമായത്, പ്രചോദനമായത് തമ്പുരാനുമായിട്ടുള്ള വ്യക്തിബന്ധമാണ്. ജീവിതത്തിൽ ഭാരങ്ങൾ കൂടുന്നതനുസരിച്ച് സഹായത്തിന് ആൾ ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. സിസ്റ്റേഴ്സ് മണിക്കൂറുകളേറെ സഭയ്ക്ക് വേണ്ടിയും, തൻ്റെ സഭയ്ക്ക് വേണ്ടിയും, തിരുസഭയ്ക്ക് വേണ്ടിയും, സന്യാസത്തിന് വേണ്ടിയും വളരെയേറെ സമയങ്ങൾ തിരക്കിൽ നിന്നൊഴിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സുപ്പീരിയർമാർ, മദർ ജനറൽമാർ കേൾക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ആരെങ്കിലും 1 വർഷമോ 6 മാസമോ 3 മാസമോ പ്രാർത്ഥിക്കാൻ വേണ്ടി ചോദിച്ചാൽ സ്നേഹത്തോട് രണ്ടാമതൊന്ന് ചിന്തിക്കാതെ അവരെ പ്രാർത്ഥിക്കാൻ പ്രചോദിപ്പിക്കണം, പ്രാർത്ഥിക്കാൻ വിട്ടുകൊടുക്കണം, പിടിച്ചു വെക്കരുതും. കാരണം അവരുടെ പ്രാർത്ഥനയായിരിക്കും നിങ്ങളുടെ സഭയുടെ നിലനിൽപ്പ്. അവരുടെ പ്രാർത്ഥനയാണ് സഭയുടെ നിലനിൽപ്പ്. ആരൊക്കെയോ സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തി പ്രാർത്ഥിക്കുന്നുണ്ട്, ആരൊക്കെയോ സന്യാസത്തിന് വേണ്ടി വില കൊടുത്ത് നിലവിളിക്കുന്നുണ്ട്. സാധാരണക്കാർ മുതൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ വരെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 2ാം മഹാലോകയുദ്ധ സമയത്ത് ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ പിതാവ് മകനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിച്ച സമയത്ത് ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ യുവത്വത്തിൽ തൻ്റെ സഹപാഠികളായ കൂട്ടുകാരെ വിശ്വാസത്തിൽ ചേർത്ത് പിടിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കൃപ ലഭിച്ചവര് പ്രാർത്ഥന കൊണ്ട് ചേർത്ത് പിടിക്കണം. പ്രാർത്ഥന കൊണ്ട് ചേർത്ത് പിടിച്ചാലേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സ്കൂളും കോളേജിനും എതിരെയുള്ള അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും, സഭയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോഴും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബത്തിനെതിരെ, ശുശ്രൂഷകർക്കെതിരെ, നമ്മുടെ സ്ഥാപനങ്ങൾക്കെതിരെ പിശാചിൻ്റെ ശക്തി പ്രകടമാകുമ്പോൾ നമ്മൾ അതിനേക്കാൾ ശക്തി ധരിക്കേണ്ടവരായി തീരണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകര്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല മനുഷ്യരുടെയും ആത്മാക്കളെ നമ്മൾ സ്നേഹിക്കണം. അവരും ദൈവത്തിനു വേണ്ടി ജീവിച്ചിരുന്നെങ്കിൽ, അവരും സ്വർഗത്തിനു വേണ്ടി ഒരുങ്ങിയിരുന്നെങ്കിൽ എന്ന് നമ്മളും ആഗ്രഹിക്കണം, നമ്മളും പ്രാർത്ഥിക്കണം. അതിന് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിനു വേണ്ടി ജീവിച്ചു, നമ്മൾ സ്വർഗത്തിനു വേണ്ടി ഒരുങ്ങണം. മാതാപിതാക്കള് സ്വർഗത്തെ ദർശിക്കണം, മാതാപിതാക്കള് ദൈവത്തെ കാണണം, അപ്പോൾ മക്കൾ കാണും. പരസ്പരം നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയി കൈകോർത്ത് ശക്തമായി പൊരുതാൻ എളുപ്പമാണ്. 2 ദിനാവൃത്താന്തം 26-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുകയാണ്, കർത്താവിനെ അന്വേഷിക്കുന്ന കാലമത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. കർത്താവിനെ അന്വേഷിച്ച കാലമത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്നേഹിക്കാൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസം വരുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ആകുലതയാണ്. കാരണം ആകുലത മറ്റൊന്നുമല്ല, മനുഷ്യൻ്റെ ജീവൻ്റെ ആയുസ്സിന് എന്നാണത് നിർണ്ണയിക്കുന്നത് പറയാൻ പറ്റില്ല. എത്ര കാലം, എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. ബാക്കി എല്ലാറ്റിനും പരിമിതികളുണ്ട്. മനുഷ്യൻ്റെ ജീവനിന് മാത്രം പരിമിതിയില്ല. എപ്പോൾ വിളിച്ചാലും പോകാൻ റെഡിയായിട്ടിരിക്കണം. എപ്പോൾ വിളിച്ചാലും. ഒരു മനുഷ്യൻ്റെ ആകെ തുക എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവാണ്. ദൈവത്തിന് വേണ്ടി വളർത്താത്ത,
സ്വർഗത്തിനു വേണ്ടി ഒരുക്കാത്ത മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ഓർത്ത് ഒരു നാൾ കരയേണ്ടി വരും. ഇപ്പോൾ ഏതെങ്കിലും മാതാപിതാക്കൾ കരയുന്നുവെങ്കിൽ അത് ആൻസർ കണ്ടെത്തുക. മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്താതെ പോയതാണ്, സ്വർഗത്തിനു വേണ്ടി ഒരുക്കാതെ പോയതാണ്. ചെറുപ്പക്കാർ പള്ളിയിൽ കയറാത്തത്, പ്രാർത്ഥിക്കാത്തത്, യുക്തിവാദികളാകുന്നത്, ദൈവത്തെ നിഷേധിക്കുന്നത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഇനിയെങ്കിലും പരിശുദ്ധാത്മാവിനാൽ ഉണർവ് നൽകി അനുഗ്രഹിക്കണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളെയും കുട്ടികളെയൊക്കെ അനുഗ്രഹിക്കണമേ. ശൈശവത്തിൽ നടക്കേണ്ട വഴികൾ പരിശീലിപ്പിക്കുമ്പോൾ വാർദ്ധക്യത്തിലും അതിൽ നിന്നും വ്യതിചലിക്കില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.